പന്തിരികുലത്തിൻ്റെ ആചാര്യൻ ശിവാനന്ദ ശർമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പലയിടങ്ങളിൽ വെച്ച് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം നമ്മളൊന്നും ആത്മബോധത്തെപ്പറ്റിയൊന്നും പറയാൻ ആയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും പ്രഭാഷണം ഞാൻ പല സ്റ്റേജുകളിൽ കേട്ടിട്ടുണ്ട്. ആത്മബോധം കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ്. നമ്മൾ ഓർക്കും പന്തിരികുലത്തിൻ്റെ ആചാര്യം എന്ന് പറയുമ്പോൾ വേറെ വല്ലതും ആയിരിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആത്മബോധം A to Z അറിയാവുന്ന സന്യാസിയാണ്. ഇപ്പോൾ അടുത്ത നാളിൽ അദ്ദേഹം ഭാവി വസ്ത്രധാരിയായി. അതിനു മുമ്പ് വെള്ളവസ്ത്രധാരിയായിരുന്നു. ഒരു ദിവസം പന്തളത്ത് ആശ്രമത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അദ്ദേഹവും സുഹൃത്തുക്കളും അവിടെ കടന്നു വന്നു. അതിനു മുമ്പ് പലയിടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മൾ നാളെയാണ് നോട്ടീസിൽ വെച്ചിരുന്നത്. സന്ദർഭവശാൽ നാളെ ചിലപ്പോൾ അദ്ദേഹത്തിന് എവിടെയോ അത്യാവശ്യമായിട്ട് പോകണമെന്നാണ് അറിയിച്ച് വരാൻ പറ്റിയില്ല എങ്കിൽ എന്ന് കണക്ക് കൂട്ടി അദ്ദേഹം ഇന്നിങ്ങി വന്നതാണ്. നമ്മുടെ അടുത്ത പ്രഭാഷകൻ സലാം മുസലിയാരാണ്. അദ്ദേഹം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കണ്ടില്ല. ഏതായാലും ഇന്നത്തെ ദിവസം അദ്ദേഹം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അല്പം സമയം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് കേൾക്കുവാൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം കേൾക്കുക എന്നുള്ള ആത്മബോധത്തെ പറ്റി തന്നെ അദ്ദേഹം സംസാരിക്കും. അപ്പോൾ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വളരെയധികം ആദരവോടുകൂടി പുരസ്സരം അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാം. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ദീപോ ജ്യോതിർപരബ്രഹ്മ ദീപോ ജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം മഹാജ്യോതി നമസ്തുതി. ഓം മഹാജ്യോതി നമസ്തുതി. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആത്മവിളിച്ചമേകി ആധ്യാത്മിക പ്രഭാഷണം നടത്തിയ ആചാര്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ആത്മമിത്രങ്ങളിൽ, ഇവിടെ ഇനിയും ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ നാളെ ഈ ഭഗവത്സന്നിധിയിൽ എത്തപ്പെടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത, ഞാൻ എത്തപ്പെടേണ്ട ചില കാര്യങ്ങളുള്ളതുകൊണ്ട് നാളെ എത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടും ഭഗവാന്റെ അടുക്കൽ നമുക്ക് അവധി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ മണ്ണിൽ വരിക, ഭഗവത് സന്നിധിയിൽ ഒരു ദക്ഷിണ വെക്കുക, നിങ്ങളെയൊക്കെ കാണുക, തിരിച്ചു പോകുക, ഇത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു കഴിഞ്ഞു. ഇനിയൊരു പ്രഭാഷണത്തിൻ്റെ പ്രസക്തി എന്ത് എന്നുപോലും ഞാൻ ആലോചിക്കുക. ഭഗവാനെക്കുറിച്ച്, ആത്മബോധോദയ സംഘത്തെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ മണ്ണെന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു ബന്ധമാണ്. എനിക്കൊരു കാലത്ത് അഭയവും അനുഗ്രഹവുമായിരുന്ന ഒരു മണ്ണായിട്ടാണ് പരിയാരത്തെ, ഇവിടെ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണും അതിനോട് ചേർന്നുള്ളതാകുന്ന കന്നുകെട്ടിക്കൽ ഭവനവും ഇവിടെയുള്ള ആളുകൾ ഓരോരുത്തരെയും എനിക്ക് പേരെടുത്തറിയാവുന്നവരാണ്. ഇവിടെയുള്ളവർ ഏറെക്കുറെ എല്ലാവരും ചേർന്നാണ് എന്നെ ഇവിടെ നിന്ന് കരിമുളക്കിലേക്ക് ഒരു ദീപം തെളിച്ച്, കരിമുളയ്ക്കൽ ക്ഷേത്രത്തിൽ ഞാനിവിടെ അന്നത്തെ എൻ്റെ ഇവിടുത്തെ വാസം കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഇവിടെ എല്ലാവരും ചേർന്നാണ് എന്നെ കരിമുളയ്ക്കലെത്തിച്ചത്. അന്ന് സരോജിനിയമ്മ തൃപ്പാദങ്ങൾ മഠാധിപതിയായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയം ഞാൻ ആദ്യമായിട്ട് ആത്മബോധം കേൾക്കുന്നത് ഇവിടെ വെച്ച. പക്ഷെ എൻ്റെ ജന്മത്തിൽ ഒരു കാര്യമുണ്ട്. ഞാൻ ജനിച്ചു വീണ് എന്നെ കുളിപ്പിച്ചൊക്കെ കിടത്തി പേരൊക്കെ ഇടുന്നതിന് മുമ്പ് അന്ന് നമ്മുടെ ഒരു അപ്പച്ചിയും കുടുംബവും കരുനാഗപ്പള്ളിലുള്ള അവര് മാവേലിക്കര ആശ്രമത്തിൽ ചേർന്നവരെ, എനിക്കറിയില്ല, അവരിങ്ങനെ ചൂരലും ഒക്കെ എടുക്കാനായിട്ട് അമ്മാവും വരുന്ന വഴി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തങ്ങും.
അങ്ങനെ തങ്ങി. പിന്നെ മാവേലിക്കര പോയി 1-ാം നമ്പർ ശാഖയിലെ ആരാധനയിലൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹം ചൂരലും ഒക്കെ എടുത്തിട്ട് പോവുക. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, അളിയ ഇവനൊരു പേരിടണമല്ലോ, എന്താ പേര്? അപ്പൊ എന്നെ ഇങ്ങനെ എടുത്തിട്ട് ഈ അപ്പച്ചിയുടെ ആ അമ്മാവൻ ശുഭാനന്ദൻ 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 എന്ന് 3 വട്ടം പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യമായി വിട്ട വിളിപ്പേര് ആ നാമധേയമാണ്. പിന്നെ അത് ശിവാനന്ദനാക്കി മാറ്റിയതാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ. എന്തായാലും ഇപ്പോൾ ഈ ആശ്രമ സങ്കേതം കാലം തേടുന്ന പരിഹാരത്തിൻ്റെ ആ നിധികുംഭം എവിടെയെന്ന് ആശങ്കപ്പെട്ട് കലുഷിതമായി ലോകം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം തേടി നടക്കുമ്പോൾ ആത്മബോധോദയ സംഘത്തിൽപ്പെട്ട നമ്മളെല്ലാവരും വേദാന്ത സാര സമ്പന്നമായ സമ്പൂർണമായ ഭഗവത് നാമധേയത്തിൽ ജീവിക്കുമ്പോൾ ഭഗവാനെ യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ വേദം എന്താണെന്ന് പുറത്തു പോയി പഠിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾ പറയാം. ഒന്ന് ബ്രഹ്മത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, മറ്റൊന്ന് കലിയുഗത്തെ പറ്റി പറഞ്ഞു. അത് ഭഗവാന്റെ മുമ്പായ ദക്ഷിണ വെച്ച് നമ്മൾ അത് കേട്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ മഹാഭാരതത്തിൽ യുധിഷ്ഠിരന്റെ അടുക്കൽ ധർമ്മരാജൻ 5000 വർഷത്തിന് മുമ്പ് കലിയുഗത്തിന്റെ 4 അടയാളങ്ങൾ പറഞ്ഞു. അതിന് മറുപടി പറയണം എന്ന് ധർമ്മരാജൻ യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു. ആ 4 അടയാളങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു കുടത്തിലെ വെള്ളം അത് 4 കുടത്തിലേക്ക് നിറച്ച് ഒഴിച്ചു വെച്ചു. പക്ഷെ ഈ 4 കുടത്തിലെ വെള്ളം കൂടി ഒരു കുടത്തിലെ വെള്ളം നിറയ്ക്കുന്നില്ല. ഒരു കുടത്തിലെ വെള്ളം അത് 4 കുടം കുടത്തിലേക്ക് ഒഴിച്ച് ഈ 4 കുടവും നിറഞ്ഞു. എന്നാൽ ഈ 4 കുടത്തിലെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കുടം നിറഞ്ഞിട്ടില്ല. ഇതാണ് ഒരടയാളം. രണ്ടാമത്തെ അടയാളം, നമ്മൾ തുണിയൊക്കെ തയ്ക്കുന്ന സൂചി, ആ സൂചിയുടെ കുഴ, ആ കുഴയിലൂടെ ഒരു ആന പോയി വാല് കുടുങ്ങി. ആ സൂചിക്കുഴയിലൂടെ ഒരു ആന പോയി വാല് കുടുങ്ങി. മൂന്നാമത്തത്, വേലി തന്നെ വിളവ് തിന്നുന്നു. നാലാമത്, നമ്മളുടെ ഒരു തലമുടി, പെണ്ണുങ്ങളുടെയൊക്കെ തലമുടി ഉണ്ടല്ലോ, അതിലെ ഒരൊറ്റ മുടി, ആ മുടി ഒരു പർവ്വതത്തെ കെട്ടി വലിച്ചുകൊണ്ട് നിസ്സാരമായി പോകുന്നു. ഇത് കലിയുഗത്തിനെ കുറിച്ചുള്ള 4 അടയാളം പറഞ്ഞതാണ്. ഇത് എന്താണ് എന്ന് വിസ്തരിക്കണമെന്നാണ് ധർമ്മപുത്രരോട് ധർമ്മരാജൻ യുധിഷ്ഠിരനോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഈ ഒരു കുടത്തിലെ വെള്ളം 4 കുടത്തിലൊഴിച്ചു, 4 കുടം നിറഞ്ഞു. പക്ഷെ ഈ 4 കുടത്തിലെ വെള്ളം കൂടി ഒഴിച്ചിട്ടും ഒരു കുടം നിറഞ്ഞില്ല. കലിയുഗത്തിൽ ഒരമ്മ പ്രസവിച്ച കുഞ്ഞുങ്ങൾ 4 ആകട്ടെ, 5 ആകട്ടെ, 3 ആകട്ടെ, 2 ആകട്ടെ, അവരെ എല്ലാം ഒരേപോലെ സ്നേഹിച്ച് ഒരേപോലെ ആ 10 മാസം അല്ലെ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക തൻ്റെ വയറ്റിൽ വളർത്തി അതിനെ പരിപാലിച്ച് മൂത്താൾക്ക് ഇളയാൾക്ക് അവർ പിച്ച വെച്ച് നടന്ന് കൈ പിടിച്ച് 4 മക്കൾ വളർന്നു കഴിയുമ്പോൾ ഈ 4 മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ട് അമ്മയ്ക്കൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഈ 4 മക്കൾക്കും കൂടി ആ ഒരമ്മയും അച്ഛനും നോക്കാൻ പറ്റുന്നില്ല. അത് കലിയുഗത്തിൻ്റെ ഒരടയാളം. നമുക്ക് നമ്മുടെ പരിസരത്ത് ചിന്തിച്ചാൽ, നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യം. രണ്ടാമത്തെ അടയാളം, ഇത് വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, ഇത് ഒരുപാട് വിസ്തരിക്കണം. ഒരു സൂചിക്കുഴയിൽ കൂടി ആന പോയി വാല് കുടുങ്ങി. ഇപ്പം നമ്മൾ പത്രത്തിൽ കാണുന്ന, കേൾക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം 5000 കോടി 10000 കോടി അങ്ങനെ കോടിക്കണക്കിന് രൂപ മോഷ്ടിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. കറണ്ട് ചാർജ് അടച്ചില്ലെങ്കിൽ പിറ്റേ ആഴ്ച അവിടേക്ക് വരുന്നവരെ നമ്മൾ കാണുന്നതാ. അതുപോലെ അട്ടപ്പാടിയിലെ മധു വിശപ്പിന് വേണ്ടി ഒരു ഭക്ഷണം ചെന്ന് ചോദിച്ചു വാങ്ങി അത് കഴിച്ചപ്പോഴത്തേക്കിന് മധുവിന് കൊടുത്ത ശിക്ഷ എന്താണെന്ന് നമ്മൾ കണ്ടതാ. പെരുങ്കള്ളന്മാര് രക്ഷപ്പെടും, കുട്ടിക്കള്ളന്മാര് കുടുങ്ങും.
കലിയുഗത്തിലെ രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തെ അടയാളം, വേലി തന്നെ വിളവ് തിന്നുന്നു. അതിനൊരുപാട് കാര്യം പറയാനുണ്ട് ഇപ്പോഴും അത് ചേർത്ത്. പക്ഷെ ആ മനസ്സിലാകുന്നതിന് വേണ്ടി പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ ഒരു മാതാവിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് കേൾക്കുന്ന സമയം എന്തൊരാനന്ദമാണ്. കാരണം സൃഷ്ടിയുടെ ഉടമസ്ഥൻ, അതൊക്കെ ഇവിടെ പറഞ്ഞതാണ് നമ്മുടെ ആചാര്യൻ. അങ്ങനെ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു നിലനിർത്തേണ്ടുന്നതാകുന്ന കവചം, ദൈവം ദാനമായി തന്നതാകുന്ന ഗർഭപാത്രം, അവിടെ വെച്ച് തന്നെ ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ, അത് കലിയുഗത്തിൽ ഏറെ പെരുകും എന്ന്. ഇതാണ് മൂന്നടയാളങ്ങൾ. നാലാമത്തെ അടയാളം, ഒരു മല ഒരു തലമുടി നാരിഴ കൊണ്ട് കെട്ടി വലിച്ചുകൊണ്ട് അനായാസമായി പോകുന്നു. അവിടെയാണ് ആത്മബോധോദയ സംഘക്കാരായ നമ്മൾ, ഭഗവാന്റെ ശിഷ്യന്മാരായ നമ്മൾ, ഭഗവാന്റെ ഭക്തന്മാരായ നമ്മൾ, ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും അല്പം ഈശ്വര വിശ്വാസമുണ്ട് എങ്കിൽ, ആ ഭഗവാൻകൾ നമ്മൾ ആ മനസ്സ് കൊടുക്കുന്നു എങ്കിൽ, ഹിമാലയം പോലെയുള്ള പ്രതിസന്ധിയും അനായാസം തരണം ചെയ്യുവാനുള്ളതാകുന്ന ആത്മശക്തിയെ നമുക്ക് ലഭിക്കും. അതേ ഉള്ളൂ കലിയുഗത്തിന്റെ വഴി എന്ന് 5000 വർഷത്തിന് മുമ്പ് ഇതാ യുധിഷ്ഠിരനോട് നമ്മളുടെ ധർമ്മരാജൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇറങ്ങിയ മനോരമ പത്രം, ഈ വർഷം ആ പത്രത്തിന് എന്താ വില? കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ ഒരു പത്രം ഇന്നെന്താണ് അതിന് വില? 5000 വർഷത്തിന് മുമ്പ് ഇറങ്ങിയതായ അല്ലെങ്കിൽ ഈ ധർമ്മ സന്ദേശം ഇപ്പോഴും പ്രസക്തമല്ലേ? ആ പ്രസക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മലയെ മുടിനാരിഴ കൊണ്ട് കെട്ടിവലിച്ചതുപോലെ ഈ കലിയുഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരേ ഒരു മാർഗമേ ഉള്ളൂ: സത്യത്തെ അറിയുക, അതിനെ അനുസരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇവിടെ സനാതന ധർമ്മം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ആചാര്യൻ പറഞ്ഞു. നമുക്ക് ബ്രഹ്മമാണ് ഭഗവാനെന്ന് പറഞ്ഞു. എന്താ ബ്രഹ്മം? അതാണ് നമ്മൾ പുറത്തു പോയി പഠിക്കണം ഭഗവാനെ അറിയണമെങ്കിൽ എന്ന് പറയും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിഞ്ഞെങ്കിലല്ല, ബ്രഹ്മമായ ഭഗവാൻ എന്താണെന്ന് നമുക്ക് രണ്ടാമതറിയാൻ പറ്റൂ. തൈത്രീയോപനിഷത്ത്, അതായത് ശുക്ലയജുർവേദത്തിലെ തൈത്രീയോപനിഷത്ത് വേദം പറയുന്നു, യദോവ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭി സംവിശന്തി തത് ജിജ്ഞാസസ തത് ബ്രഹ്മേതി. ധാരാളം ഇടത്ത് ബ്രഹ്മലക്ഷണം പറയുന്നുണ്ട്. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചു ചെന്ന ഗുരുനാഥന്റെ അടുക്കൽ ശിഷ്യൻ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തതാ, യാതൊന്നിൽ നിന്നാണോ ഇവിടെ ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്, അതിൻ്റെ നേർപതിപ്പാണ് നമ്മുടെ ആചാര്യൻ പറഞ്ഞത്. യാതൊന്നിനാലാണോ അവയെല്ലാം ഇവിടെ ജീവിക്കുന്നത്, യാതൊന്നിലേക്കാണോ എല്ലാം ലയിച്ചു ചേരുന്നത്, അതിനെ വിശേഷേണ അറിയുവാൻ നീ ശ്രമിക്കൂ. അതാണ് ബ്രഹ്മ. അതാണ് ഈ സനാതനം എന്ന് പറയുന്നത്. ഉണ്ടായതെല്ലാം നശിക്കും, ഉള്ളത് നശിക്കത്തില്ല. ആ ഉള്ളതിനെ അറിയുവാനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മനനം ചെയ്ത് ആ സത്യത്തെ കണ്ടെത്തി. ആ സത്യത്തെ നമ്മുടെ വരും തലമുറയ്ക്ക് ജീവിതത്തിൽ, ആ ജീവിതത്തിൻ്റെ ആ നിത്യജീവിതത്തിൽ അവർക്ക് അനുഗ്രഹവും ഗുരുത്വവുമായിട്ട് ഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓതിത്തന്നു. ആ ധർമ്മം ഇന്ന് ച്യുതി സംഭവിക്കുമ്പോൾ, ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാലാകാലമാകുമ്പോൾ അവിടെ അവതാരങ്ങൾ രൂപപ്പെടുമെന്ന് പറഞ്ഞു. എന്താണ് ഈ ധർമ്മം? അവിടെയാണ് നമ്മളൊക്കെ ഈ ലോകത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ഏത് മൂല്യത്തെ പരിപാലിച്ച ധർമ്മം, ഈ ലോകത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നമ്മളൊക്കെ ഏത് മൂല്യങ്ങളെ പരിപാലിച്ചാലാണോ ഈ ലോകം ഒന്നായി നന്നായി ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്നത്, ആ മൂല്യങ്ങളാകുന്നു ധർമ്മം.
ആ ധർമ്മം സനാതനമാണ് എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നതാകുന്ന ആ എന്തിലേക്കാണോ സർവത്തിനും കാരണമായി നിൽക്കുന്ന ആ സനാതന സച്ചിദാനന്ദ സ്വരൂപം, അത് സൃഷ്ടിക്ക് മുമ്പേ ഉള്ളതാണെന്ന് ഇവിടെ പറഞ്ഞു. അത്തരത്തിൽ നോക്കുമ്പോൾ ഭഗവാൻ അപ്പുറത്തൊരു വേദാന്തം ഈ ഭൂമിയിൽ ആരും പറഞ്ഞിട്ടില്ല. ശുഭാനന്ദ ഗുരുദേവൻ കാരണം എന്താ? ഈ 4 മഹാവാക്യങ്ങളാണ് വേദം പറയുന്നത്. ഒന്ന് നമ്മുടെ കിഴക്ക്, അതായത് ഋഗ്വേദത്തെ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഒരു മഠം സ്ഥാപിച്ചു ശങ്കരാചാര്യസ്വാമി. ഒന്ന് തെക്ക് ഒരു മഠം സ്ഥാപിച്ചു ശങ്കരാചാര്യസ്വാമികൾ. ഒന്ന് പടിഞ്ഞാറ് ഒരു മഠം സ്ഥാപിച്ചു ശങ്കരാചാര്യസ്വാമികൾ. ഒന്ന് വടക്കൊരു മഠം സ്ഥാപിച്ചു ശങ്കരാചാര്യസ്വാമികൾ. ഈ 4 മഠത്തിൽ 4 മഹാവാക്യങ്ങൾ കൊടുത്തു. ഒറീസയിലെ പുരിയിലുള്ള ആശ്രമത്തിലെ മഹാവാക്യം അത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന ജ്ഞാനത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും ഇവിടെ അപ്പുറത്ത് പറഞ്ഞു. അത് ജീവാത്മ പരമാത്മ ബന്ധമാണ്, വിശദീകരിക്കുന്നില്ല. തെക്ക് കർണാടകയിൽ ശൃംഗേരി മഠം, അവിടെ അഹം ബ്രഹ്മാസ്മി, അതും ജീവാത്മ പരമാത്മ തത്വ. പടിഞ്ഞാറ് ദ്വാരകയിൽ ഉള്ള ആശ്രമം, അവിടെ തത്വമസി. നമ്മൾ ശബരിമലയിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അതവിടെ ഒരു സന്യാസി ശ്രേഷ്ഠൻ വന്ന് ഇവിടെ എന്താണ് എഴുതി വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തത്വമസി എന്നാണ് എഴുതി വെക്കേണ്ടത്. അങ്ങനെ എഴുതിയതാണ് ശബരിമലയിലുള്ള തത്വമസി. അതുവരെ ശബരിമലയിൽ തത്വമസി എന്നുള്ള ബോർഡ് ഇല്ല. അങ്ങനെ ഇരിക്കെ വടക്ക് അയമാത്മാ ബ്രഹ്മ, അത് അഥർവവേദത്തിൻ്റെ. ഈ 4 വാക്യങ്ങളെ ഉള്ളൂ ജീവാത്മ പരമാത്മ ബന്ധത്തിന്? അല്ല, അനേകം വാക്യങ്ങളുണ്ട് ജീവാത്മ പരമാത്മ ബന്ധത്തിന് വേദാന്തത്തിൽ. പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ കടഞ്ഞെടുത്ത് 4 മഹാവാക്യങ്ങൾ നമുക്ക് തന്നു. ആ 4 മഹാവാക്യങ്ങൾ കൂടി ഓരോ മനുഷ്യനും ഈ ജീവിതത്തിൽ അവൻ്റെ ജീവിത സാക്ഷാത്കാരത്തിൻ്റെ വഴി എന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ടായി. അവിടെയാണ് എന്താ ശാസ്ത്രീയമായി ശരിയായി ഓതിത്തന്ന വർണ്ണവ്യവസ്ഥ ദുഷിച്ച ജാതി വ്യവസ്ഥയായിട്ട് പരിണമിച്ചുകൊണ്ട് ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പഞ്ചമ വിഭാഗങ്ങൾ പുലയൻ പറയൻ അങ്ങനെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഉച്ചനീചത്വ സങ്കല്പങ്ങൾ നിലവിൽ വന്നു. ധർമ്മം ഇവിടെ മറയ്ക്കപ്പെട്ടു, ധർമാചരണം നഷ്ടപ്പെട്ടു, ഇവിടെ സ്നേഹം നഷ്ടപ്പെട്ടു, സാഹോദര്യം നഷ്ടപ്പെട്ടു, സഹവർത്തിത്വം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു, ഐശ്വര്യം നഷ്ടപ്പെട്ടു, അനുഗ്രഹം നഷ്ടപ്പെട്ടു, ജീവിത വിജയം നഷ്ടപ്പെട്ടു. നമ്മളെല്ലാം അന്ധകാരത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് എത്തി, സൃഷ്ടിക്ക് മുമ്പുള്ള അന്ധകാരം. അതുകൊണ്ടാണ് മുമ്പേ അദ്ദേഹം പറഞ്ഞത്, അന്ധകാരമേറിമർത്യർ ബന്ധമില്ലാതലഞ്ഞപ്പോൾ അന്ത്യയുഗത്തിങ്കലീശൻ ബന്ധുവായി വന്നു. അന്ധകാരമേറിമർത്യർ ബന്ധമില്ലാതലഞ്ഞപ്പോൾ അന്ത്യയുഗത്തിങ്കലീശൻ ബന്ധുവായി വന്നു. അവിടെ ഈ അന്ധകാരത്തിന്റെ നടുക്ക് നമുക്കൊരു ബന്ധുത്വം ഉണ്ടായി. നമ്മുടെ അമ്മാവന്റെ മോന്റെ ബന്ധുത്വമാണ്. ആ ബന്ധുത്വം ഇപ്പം, അതായത് ഇന്ന് കേരളം ഇപ്പം നടക്കുന്ന ഈ ഓരോ ദിവസവും നടക്കുന്ന സംവാദങ്ങളിലെ ഏക പരിഹാരം ശുഭാനന്ദ ദർശനം. കാരണം ഇവിടെ വൈകുണ്ഠസ്വാമികളെ സ്വാമികളല്ല, തൈക്കാട്ടയ്യാവു സ്വാമികളെ കുറിച്ച് പറഞ്ഞു. വൈകുണ്ഠസ്വാമികളിലേക്ക് ആചാര്യൻ എത്തിയില്ല. അങ്ങനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആത്മീയ ആചാര്യനും ഉണ്ട്. ലോകത്താദ്യമായിട്ട് തുറന്ന ജയിലുള്ളത് നമുക്കായിരുന്നു, തിരുവിതാംകൂറിന്. അതിന് ശിങ്കാരത്തോപ്പ് ജയിലെന്നാ പറയുന്നത് തിരുവനന്തപുരത്ത്. ഇത് വിഷയം അല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ പറയുക. ഈ ജയിലിലേക്കാണ് കുതിരവണ്ടിയെ കെട്ടി ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് വൈകുണ്ഠസ്വാമികളെ കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നമ്മുടെ രാജകൊട്ടാരത്തിന്റെ അടുത്തുള്ളതാകുന്ന ശിങ്കാരത്തോപ്പ് ജയിലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പാമ്പിന്റെ കൂടിട്ടു, സിംഹത്തിന്റെ കൂട്ടിലിട്ടു. ആ ജയിലിലെ ജയിൽ മാനേജരായിരുന്നു നമ്മുടെ ആചാര്യൻ പറഞ്ഞ തൈക്കാട്ടയ്യാവു സ്വാമികൾ.
സിംഹം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വാല് കട്ടി ആട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ, പെരുമ്പാമ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തല പത്തി താഴ്ത്തി വെച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ 110 ദിവസമാണ് ഈ തിരുവിതാംകൂർ ജയിലില് അയ്യാവൈകുണ്ഠസ്വാമികൾ കിടന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് മുത്തുവേല പെരുമാൾ എന്ന പേര്. അവസാനം കൊട്ടാരത്തിലെ ഈ തൈക്കാട്ട് അയ്യാവു സ്വാമികൾ പറഞ്ഞു, ഇദ്ദേഹം സാധാരണക്കാരനല്ല. അങ്ങനെ അവസാനം ജയിൽ മോചിതനായി അദ്ദേഹം തിരിച്ചു ചെന്ന് അദ്ദേഹം നിരവധിയാകുന്ന പതികൾ സ്ഥാപിച്ചു. അദ്ദേഹമാണ് ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് അയ്യാവൈകുണ്ഠസ്വാമികൾ. ഇവിടെ നമ്മുടെ വിഷയം ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥ. ഡോക്ടറുടെ മകൻ ഒരിക്കലും ഡോക്ടർ ആകുന്നില്ല. അവൻ MBBS പഠിച്ചതിന് ശേഷമേ ഡോക്ടർ ആകുന്നുള്ളൂ. അതുപോലെ എഞ്ചിനീയറിൻ്റെ മകൻ എഞ്ചിനീയർ ആകുന്നില്ല. അങ്ങനെ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രഹ്മത്വത്തെ അറിയുന്ന ആ തലത്തിലേക്ക് വരുമ്പോൾ, അവൻ ബ്രഹ്മത്വം അറിഞ്ഞവൻ ബ്രാഹ്മണനാകുമ്പോൾ, അതുപോലെ ഓരോ പദവിയും അവനവൻ ആർജിക്കുന്നതാകുന്ന ഈ പ്രപഞ്ച വ്യവസ്ഥ. ഈ അമൃതാനന്ദമയി ദേവിയുടെ അടുക്കൽ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമികൾ ഒരു യുക്തിവാദിയായി ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ദൈവം എവിടെയായിരിക്കും? ദൈവത്തെ കാണാൻ ഒക്കുവോ? എന്താ മകന്? എനിക്ക് ആ ദൈവത്തെ കണ്ട ഉടനെ എനിക്ക് കൊല്ലണം, ദൈവത്തെ കൊല്ലണം. എന്താ നിന്റെ ആഗ്രഹം? അങ്ങനെ ഈ പട്ടിണിക്കാരും പാവങ്ങളും കുറച്ചു പേര് വലിയ കൊട്ടാരത്തിലും താമസിക്കുന്ന ഇത്രയും വലിയ വിവേചനം ഇവിടെ ഉണ്ടാക്കിയ ദൈവത്തിനെ നമ്മൾ ഇനിയും വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിന്നെ എനിക്ക്, അദ്ദേഹം എഞ്ചിനീയറാണ്, അതുകൊണ്ട് ഒരു 7 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പണക്കാരൻ എടുത്തു ചാടിയാലും, ഒരു പാവപ്പെട്ടവൻ എടുത്തു ചാടിയാലും, ഒരു ഭിക്ഷക്കാരൻ എടുത്തു ചാടിയാലും താഴെ വീണ് കയ്യും കാലും കൂടി. അത് പ്രകൃതിയുടെ നിയമം. പക്ഷേ ആ സത്യത്തെ അറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകുക. അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് നമ്മളിൽ ഇരിക്കുന്ന ന്യായത്തിൻ്റെ, നീതിയുടെ ആ പൂർണ്ണതയാണ് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. എന്ന് പറയും പോലെ ഈ ഉച്ചനീചത്വ ഭാവത്തിന്റെ നടുവിൽ, അന്ധകാരത്തിന്റെ നടുവിൽ ആത്മബോധോദയ സ്ഥാപകനായി ബന്ധുത്വം സ്ഥാപിച്ച് ഭഗവാൻ ബന്ധു വന്നെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന ഈ ചർച്ച വർണ്ണവ്യവസ്ഥയ്ക്കപ്പുറത്ത് ആത്മബന്ധുത്വത്തിന്റെ അമരത്തെ കാപാലവൃക്ഷം ജനങ്ങൾക്കുമുള്ളതാകുന്ന ആത്മജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയായിരുന്നു കലിയുഗ അവതാരമായി ഉദിച്ചുയർന്ന ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ. മറ്റൊന്ന്, എന്താണ് നമുക്ക് ഒക്കെ വെളിച്ചമായി തീർന്നത്? നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ? എന്താ വെളിച്ചം? വേദാന്ത സാര സമ്പൂർണതയെ മൊത്തം കൂടി ഒരു 4 വരി എടുത്തുകൊണ്ട് ആചാര്യസ്വാമികൾ ഏകശ്ലോകി പ്രകരണം എന്ന് പറഞ്ഞ് ഒരു കീർത്തനം എഴുതി. എന്താ ഏകശ്ലോകി പ്രകരണം? തവ ഭാനുമാനഹനിമേ. അവിടെ തിരിച്ചാണ്. സാധാരണ നമുക്ക് സംശയം വന്നാൽ നമ്മൾ ഗുരുവിനോടാ ചോദിക്കുന്നത്. ഇവിടെ ചോദ്യം ഈ ഒരേ ഒരു പ്രകരണത്തിൽ മാത്രം ഗുരുവാണ് ചോദിക്കുന്നത്. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ. എന്താ കുഞ്ഞേ, നിനക്ക് വെളിച്ചം എന്താണ്? നീ എല്ലാം കാണുന്നത് എങ്ങനെയാണ് എന്ന. ഇതൊരു സ്വല്പം ശ്രദ്ധിക്കണേ ദയവായി. അപ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? അപ്പം ശിഷ്യൻ പറഞ്ഞു, കിം ജ്യോതി എന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, പകലെനിക്ക് സൂര്യനാണ് വെളിച്ചം. പകലെനിക്ക് സൂര്യനാണ് വെളിച്ചം. രാത്രിയിലോ? രാത്രൗ പ്രദീപാധികം. രാത്രിയിൽ നമുക്ക് വെളിച്ചം, വിളക്ക് മുതലായവ. വിളക്കാകാം, മെഴുകുതിരിയാകാം, ഇലക്ട്രിസിറ്റി ആകാം, ചന്ദ്രനാകാം, നക്ഷത്രങ്ങളാകാം. നമുക്ക് എന്താണോ രാത്രിയിൽ വെളിച്ചമായി തീരുന്നത്, നമ്മൾക്ക് ഏറെക്കുറെ അത് ശരിയാണെന്ന് ബോധ്യമാകും. അപ്പോൾ ഗുരു വിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം,
സ്യാം ദേവരവി ദീപദർശന വിദൗക്കിം. നീ സൂര്യനെ കാണുന്നതിന് നിന്റെ കാഴ്ച എന്താണ്? പിന്നെ രാത്രിയിൽ വിളക്കുകളെ കാണുന്നതിനുള്ള നിന്റെ കാഴ്ച എന്താണ്? ആദ്യം നിന്റെ യഥാർത്ഥ കാഴ്ച എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കാഴ്ചയ്ക്കുള്ള മറുപടി, എനിക്ക് പകൽ സൂര്യനാണ്, രാത്രിയിൽ വിളക്കാണ് എന്ന് പറഞ്ഞു. ആ വിളക്ക് കാണുന്ന, ആ സൂര്യനെ കാണുന്ന നിനക്ക് കാഴ്ച എന്താണ്? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ചക്ഷുസ്, അതെൻ്റെ കണ്ണുകൊണ്ടാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, കണ്ണുകൊണ്ടാണല്ലോ നമ്മൾ സൂര്യനെയും ചന്ദ്രനെയും നമ്മുടെ ചുറ്റുപാടുള്ളതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, ചക്ഷുസ്തസ്യ നിമീലനാദി സമയേ, നീ കണ്ണടയ്ക്കുമ്പോൾ, നീ ഉറങ്ങുമ്പോൾ, നീ കണ്ണ് പൂട്ടുമ്പോൾ, നിന്റെ നിമീലനാദി സമയേ, അന്നേരം നിന്റെ കാഴ്ച എന്താണ്? അപ്പോൾ അദ്ദേഹം ഒന്നു പതറി, ചേട്ടാ ഞാൻ കാണുന്നുണ്ട്, സ്വപ്നം കാണാത്തവരായിട്ട് നമ്മളില്ല. പിന്നെ കണ്ണടയ്ക്കുമ്പോഴാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ കാഴ്ചകളും കാണുന്നത്. അതിന് മനക്കണ്ണെന്നോ ഒക്കെ ആകക്കണ്ണെന്നോ ഒക്കെ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അന്നേരം ശിഷ്യൻ ഉത്തരം പറഞ്ഞു, ധിം, അതായത് ബുദ്ധി. കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നു. അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ അന്നേരം ഈ കാഴ്ച കാണുന്നത് എന്ന്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഗുരുനാഥൻ ചോദിച്ചു, ദീർഘിയോ ദർശൻ, നിന്റെ ബുദ്ധിയെ കാണുന്നതിനുള്ള നിന്റെ കാഴ്ച എന്താണ്? തുടക്കം ഇത് നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. ഇത് ചിന്തിച്ചാലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകും. ആദ്യം ചോദിച്ചു, നിന്റെ കാഴ്ച എന്താണ്? എൻ്റെ കാഴ്ച പകൽ സൂര്യനാണെന്ന് പറഞ്ഞു, രാത്രിയിൽ വിളക്ക് മുതലായവയാണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, എന്താ ഈ വിളക്കിനെയും സൂര്യനെയും ഒക്കെ കാണുന്ന നിന്റെ കാഴ്ച എന്താണെന്ന് ചോദിച്ചു. കണ്ണാണെന്ന് പറഞ്ഞു. ആ കണ്ണ് നിനക്ക് ഉറങ്ങുമ്പോൾ നീ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബുദ്ധി കൊണ്ടാണെന്ന് പറഞ്ഞു. ആ ബുദ്ധിയെ നീ എങ്ങനെയാ കാണുന്നെന്ന് പറഞ്ഞു. ദീർഘിയോ ദർശൻ. നമ്മൾ ആരെങ്കിലും ഞാൻ ബുദ്ധി എന്ന് പറയാറുണ്ടോ? എൻ്റെ ബുദ്ധി എന്ന് പറയാറുണ്ട്. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അറിഞ്ഞു, എൻ്റെ ബുദ്ധി ഇപ്പം അത്ര എനിക്ക് തലയ്ക്ക് നല്ല, എൻ്റെ ബുദ്ധിക്ക് അത്ര പോരാ, എനിക്കൊരു വെളിച്ചം പോരാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അന്നേരം തത്ര ഹമദോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭു എന്ന് പറഞ്ഞിട്ട് ഈ വാക്യം അവസാനിക്കുക. അവിടെ നിന്റെ ബുദ്ധിയെ ആരറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞ ഉത്തരം തത്ര ഹമം, ഹം എന്താ? അഹം. അത് എൻ്റെ ബുദ്ധിയെ ഞാൻ അറിഞ്ഞു പ്രഭു. അപ്പോൾ ഭഗവാൻ ഗുരു പറഞ്ഞു, ഭവാൻ പരമകം ജ്യോതി, നീയാണ് നിന്നിലെ വെളിച്ചം, നീയാണ് നിന്നിലെ വെളിച്ചം. അതായത് ഭഗവാനാണ് നിന്നിലെ വെളിച്ചം. നമ്മളെല്ലാം പറയും വേദാന്തമാണ് ഭഗവാൻ. ഭഗവാനെ കാണണം നമ്മിൽ തന്നെ. പാടി പാടി ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി. അതെ, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അപ്പൊ ഈ ആത്മബന്ധുത്വത്തിന്റെ അമരത്തേക്ക് സർവരെയും നയിക്കുവാനുള്ളതാകുന്ന താൻ മനനം ചെയ്ത് കണ്ടെത്തിയതാകുന്ന സത്യം, അങ്ങനെ നമ്മുടെ തപോഗിരിയിൽ തപസ്സിലൂടെ മനനത്തിലൂടെ തനിക്ക് വെളിവാക്കപ്പെട്ട തൻ്റെ ജന്മം എന്താണ്, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഞാൻ തിരുവവതാരമാണ് എന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞ സമയം സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഈ കടലുപോലെ കിടക്കുന്ന ഈ വേദാന്തത്തെ, ഈ ലോകത്തെ തമ്മിലടി മാറ്റുവാൻ, ലോകത്തെ സ്നേഹത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുവാൻ, സാഹോദര്യത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുവാൻ, സഹവർത്തിത്വത്തിന്റെ പേരിൽ ഒന്നിപ്പിക്കുവാൻ, നമ്മുടെ ധർമ്മഗുരുക്കന്മാർ പറഞ്ഞതാകുന്ന ആത്മതത്വങ്ങളെ അത് ഒരു കുടില് തൊട്ട് കൊട്ടാരം വരെ എത്തിക്കുവാൻ തൻ്റെ ജന്മം കൊണ്ട് തനിക്ക് ഈ ലോകത്തിന് കൊടുക്കാനുള്ളത് തന്നിട്ട് ഭഗവാൻ ശരീരം മാറി. ആ സത്യം പ്രകൃതിയിൽ നിൽക്കുകയാണ്, ആ ശബ്ദം പ്രകൃതിയിൽ നിൽക്കുകയാണ്.
ആ സത്യം പ്രകൃതിയിൽ നിൽക്കുകയാണ്, ആ ശബ്ദം പ്രകൃതിയിൽ നിൽക്കുകയാണ്. സ്നേഹനിധികളായ ആത്മമിത്രങ്ങളെ, ഞാൻ ഭഗവാനെ കുറിച്ച് അറിയാവുന്ന ഒരാളല്ല. കരിമുളയ്ക്കലുള്ളതാകുന്ന 6000 രൂപ വിലയുള്ള പലരും അവിടെ വന്നിട്ടുണ്ട്. ഒരു കോളനി വീട്ടിൽ കതവ് പോലും ഇല്ലാതെ ഒരു സാരിത്തുണി കെട്ടി അതിൻ്റെ പുറകിൽ ഒരു പായിൽ കിടന്നുറങ്ങിയ ഞാൻ, ആ കട്ടളയുടെ കോർണറിൽ ഒരു പ്രകാശം പോലെ ഒരു രൂപം രാത്രി വന്ന് നിൽക്കുന്നതായി തോന്നി. അച്ഛ എന്ന് വിളിക്കാൻ തോന്നി, ശബ്ദം വരുന്നില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ അച്ഛൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ വലിച്ചു, കൈ ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ആകെ ശരീരം വിയർക്കുന്നു, വിറയ്ക്കുന്നു. ഒരു അവ്യക്തമായ പുരുഷരൂപമായിട്ടാണ് ഞാൻ ആ ദർശനം കണ്ടത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ പണി കഴിപ്പിക്കേണ്ട ക്ഷേത്രത്തിന്റെ നാമധേയം എന്താണെന്ന് നിനക്കറിയാമോ? അറിയില്ലെന്ന് പറയാൻ എൻ്റെ നാവ് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അറിയില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്ന പേരാണ് സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. ഇത് ഇഷ്ടകോടി ജനങ്ങൾ വന്നെത്തി ആരാധിച്ചാശ്വസിക്കാനുള്ള ഇടമാണെന്ന് പറഞ്ഞു. ആ രൂപം മറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. പേന നോക്കിയിട്ട് കണ്ടില്ല. അവിടെ ഒരു മേശ കിടന്നു. ആ മേശയുടെ താക്കോല് വെച്ച് കട്ടിളപ്പടിയിൽ എഴുതിയിട്ടു സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. നാമം ജപിച്ചില്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. അതുകൊണ്ട് സന്ധ്യനാമം കഴിഞ്ഞേ ആ രാത്രി ഭക്ഷണം തരൂ. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആത്മീയതയെ പറ്റി അറിയൂ. അതുകൊണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അറിയുവാൻ പറ്റിയില്ല. ആ തരത്തിൽ നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് കോളേജിൽ പോയതും അവിടെ വെച്ച് സുഖമില്ലാതെ വന്നതും കൂട്ടുകാരെല്ലാവരും കൂടി വീട്ടിൽ തിരികെ കൊണ്ടുവന്നതും. അപ്പൊ പളനിക്ക് പോകുവാൻ നോയമ്പെടുക്കാൻ അമ്മ പറഞ്ഞതും, പളനി പോയിട്ട് വന്നപ്പോഴത്തേന് വീട്ടിൽ വിളക്ക് കത്തിക്കുവാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് പുറത്ത് കാവിൻ്റെ അടുക്കൽ ഒരു ചെറ്റ കൊണ്ടൊരു വിളക്കുപുര പോലെ ഉണ്ടാക്കി അവിടെ വിളക്ക് കത്തിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നു. അത് പിന്നെ ആ നാട്ടുകാർ കൂടി അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞു. പലരും വന്നു. അങ്ങനെയൊക്കെ അവിടെ ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞു. അവസാനം ദുർനിമിത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്ന സമയം. ആ ദുർനിമിത്തങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രം പണിയെ പറ്റി അറിയില്ല, ക്ഷേത്രത്തെ പറ്റി അറിയില്ല. ഭഗവാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. അന്ന് നമുക്കറിയില്ല. അങ്ങനെ ശിവക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും ഒക്കെ വെക്കാൻ തീരുമാനിച്ചു. ജ്യോതിഷം വന്നു. അവസാനം ഇതിൻ്റെ കണക്കൻ വന്നു. ഇതിൻ്റെ തോത് പണിയാൻ തുടങ്ങി. കണക്കൻ്റെ കാലയിൽ ഉള്ളുകീറി രക്തം കണ്ടു. അദ്ദേഹത്തെ, അത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിൽ സോമവിലാസം ചന്തയ്ക്കടുത്തുള്ള ഒരു ഭാസ്കരൻ മേശ്ശേരിയാണ് വന്നത്. അദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹത്തെ വിളിക്കുന്നതിന് വേണ്ടി പിറ്റേ ആഴ്ച ഒരു കാറ് വാടകയ്ക്കെടുത്ത് ഒരു പയ്യനെ വിട്ടു. ഈ പയ്യൻ ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഇറങ്ങിച്ചെല്ലും. ഇതാരാ വന്നിരിക്കുന്നതെന്നും പറഞ്ഞ് ഈ ഭാസ്കരൻ മേശ്ശേരി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു കാറ്റടിക്കുന്നു. പ്ലാവിന്റെ കമ്പടർന്ന് വീഴുന്നു. അദ്ദേഹത്തിന്റെ വലത് കൈ ഒടിഞ്ഞ് ഈ വണ്ടിയെ തന്നെ കയറ്റി കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ആ കൈ അറുത്ത് കളഞ്ഞു. പിന്നെ അദ്ദേഹം ഉളിയെടുത്ത് പണിതിട്ടില്ല. തുടർന്നുള്ളതാകുന്ന വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ മുതുപിലക്കാട്ടുള്ളതാകുന്ന അദ്ദേഹത്തിന്റെ പേര് ഭാസ്കരൻ മേശ്ശേരി എന്ന ശാസ്താംകോട്ട ഭരണിക്കാവിനടക്കം അദ്ദേഹം വന്നു. ബാക്കി പണി തുടങ്ങുന്നു. അനർത്ഥങ്ങളുടെ വേലിയേറ്റം. ഇതിന് പരിഹാരമായിട്ട് ജ്യോത്സ്യന്മാരെ കാണുന്നു. തലയോലപ്പറമ്പ് പരമേശ്വരമേനോൻ, കൂത്താട്ടുകുളം EI നാരായണൻ നമ്പൂതിരി, മേഴത്തോൾ അച്യുതക്കുറുപ്പ്, ഈ ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ട് അവരൊക്കെ പറഞ്ഞു തരുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നു. രാത്രി അഹോരാത്രമായിട്ട് നാമജപം നടത്താൻ പറയുന്നു. എങ്ങും ഒരു പരിഹാരമില്ല. അച്ഛൻ വീണു. അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. അച്ഛൻ മരണപ്പെട്ടു. ആ 1 ലക്ഷം രൂപ ഇടത്തുനിന്ന് പലിശയ്ക്ക് എടുത്തുകൊണ്ട് വന്നു. അതെല്ലാം അങ്ങനെ ചെലവായി. അതിനപ്പുറം നമുക്ക് മറ്റു മാർഗങ്ങളില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെയും വന്ന് ഈ മണ്ണിലും വന്ന് താമസിച്ചത്. എനിക്ക് മരിച്ചാൽ മതി. ഞാൻ ഈ ചെങ്ങന്നൂർ ബാറിൽ ജോലിയുള്ള പലർക്കും ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അഡ്വക്കേറ്റ് സനൽ എന്ന് പറഞ്ഞ ഒരാളിനെ പോയി കണ്ടു. അറിയാം, പണ്ട് ആത്മബോധത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ ഇല്ല, മരണപ്പെട്ടു. സജയഗാന്ധിയുടെ കൂടെ പഠിച്ചതാണ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം ആ സമയത്ത് ബന്ധുക്കോസിൽ ചേർന്നതാണ്. ഞാൻ പോയത് എന്തിനാണെന്നറിയോ? ഈ അമ്പലം പൊളിച്ചിട്ട് നിങ്ങൾ പള്ളിയോ വല്ലതും പോയി എനിക്ക് ഈ കടം വീട്ടണം, എനിക്ക് മറ്റു മാർഗങ്ങളില്ല എന്ന് ഈ പറയാനാണ് ഈ സനലിനെ കാണാൻ പോയത്. അവസാനം സനല് പറഞ്ഞു, സ്വാമിജി ഞങ്ങളൊക്കെ ഇങ്ങനെ മതം മാറാം, സ്വാമി എങ്ങനെ മതം മാറുന്നത് ശരിയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ മതം മാറുന്നില്ല. ഈ വസ്തു ഇനി വേറൊരാൾ എടുക്കില്ലല്ലോ, അമ്പലം വെച്ച വസ്തു. നിങ്ങൾ ഇത് എടുത്തിട്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം. ആ സമയത്താണ് ഈ എലന്തൂര് മണ്ണാമൂലയിൽ എന്ന് പറയുന്ന വീട്ടില് ആ ബണ്ടയിൽ ഇരുന്ന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലന്തൂ ശിവശങ്കരപ്പിള്ള എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യരുണ്ട്.
ഇദ്ദേഹവും ഞാനുമായിട്ട് പരസ്പരം കണ്ട് സംസാരിച്ച് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ശിവശങ്കരപ്പിള്ള പറഞ്ഞു, സ്വാമി, ഒരു നാരങ്ങ കയ്യിലിട്ട് നമ്മൾ 2 നാരങ്ങയായിട്ട് പണ്ടുള്ളവരിങ്ങനെ അമ്മാനമാടും, മുകളിലും താഴെയും വരുന്ന നാരങ്ങയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരുപോലെ നേരം കുറിക്കും. ഒന്നിൻ്റെ നില ഏറ്റവും ഉയർന്ന് മറ്റതിൻ്റെ നില ഏറ്റവും താഴ്ന്നു. ആകയാൽ അതിസൂക്ഷ്മമാണ് ജ്യോതിഷം. ഞങ്ങൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഇതൊക്കെ പറയുന്നു, കുറച്ചൊക്കെ നടക്കത്തില്ല. അങ്ങയെ കാണിച്ചു തന്ന ഈ ദർശനം ഭഗവാനാണെങ്കിൽ, ഭഗവാൻ അല്ലാതെ ആർക്കും ഇതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ കിടങ്ങന്നൂരുള്ള ഒരാളിനെയും കൂട്ടി എവിടെയെങ്കിലും പോയിരുന്നൊന്ന് ധ്യാനിക്കാൻ പറഞ്ഞു. മറ്റെങ്ങും പോകാൻ വഴിയില്ല. ഞാൻ മാവേലിക്കര സമാധി പീഠത്തിൽ വന്നു. അന്ന് ചിന്മയാനന്ദജി തൃപ്പാദങ്ങളുടെ കാലം 15 വർഷം മുമ്പാ, ഇത് 15ാമത്തെ വർഷം. അവിടെ മഠാധിപതിയോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹം അനുമതി തന്നു. അവരൊക്കെ കിടക്കാൻ പോയി. രാത്രിയിലും ഞാൻ ഉറങ്ങിയില്ല. ആ സമാധി പീഠത്തിൽ ഭഗവാനെ, മരണമല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ലല്ലോ എൻ്റെ മുന്നിൽ. മരിക്കാനും പറ്റുന്നു, വീട്ടിൽ ചെല്ലുന്നില്ല, അമ്മയെ കാണുന്നില്ല. രാത്രി 2 മണിയായപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു അശരീരി പോലൊരു വാക്ക് കേൾക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നീ പ്രശ്നത്തിൽ കണ്ട ക്ഷേത്രമാണ് വെച്ചത്, ദർശനത്തിൽ കണ്ട ക്ഷേത്രം വെച്ചിട്ടില്ല. ദർശനത്തിൽ കണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് അടിമയുടമ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പരമാത്മാവിന്റെ ഉടമസ്ഥത ഭൂമിയിൽ സ്ഥാപിച്ച് ലോകം നിലനിൽക്കുന്ന കാലത്തോളം എല്ലാ യാമങ്ങളിലും ആരാധന നടത്തപ്പെടേണ്ട ഈ യുഗത്തിന്റെ മോക്ഷദായക ക്ഷേത്രമാണ് സനാതന ധർമ്മ ഗുരുകുല ക്ഷേത്രം. ഞാൻ ബോധത്തെ ഇരിക്കുക, സമാധി പീഠത്തിലോട്ട് നോക്കിയിരിക്കുക. എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ പറഞ്ഞു, ഭഗവാനെ, ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ വെച്ചു, ദേവിയുടെ കണ്ണാടി ബിംബ പ്രതിഷ്ഠ വെച്ചു, നാഗരാജാവിൻ്റെയും നാഗേക്ഷിയമ്മയുടെയും പ്രതിഷ്ഠ വെച്ചു. ഇനിയൊരു പ്രതിഷ്ഠയോ? എന്താണ് പ്രതിഷ്ഠ? അപ്പോൾ എന്നോട് സമാധിയിൽ നിന്ന് പറഞ്ഞ വാക്കാണ്, പറയുപറ്റ പന്തിരുകുലത്തിൻ്റെ ഇല്ലങ്ങളിലേക്ക് പോകും. ആ 12 ജീവചൈതന്യങ്ങളെ ജ്യോതിസാക്കി കൊണ്ടുവരൂ. അത് യുഗവ്യവസ്ഥ പ്രകാരം മുമ്പേ നമ്മുടെ ആചാര്യൻ ഇവിടെ പറഞ്ഞു, സത്യയുഗം എന്താണ്, ത്രേതായുഗം എന്താണ്, ദ്വാപരയുഗം എന്താണ്, കലിയുഗം എന്താണ്. ഈ 4 യുഗത്തിൻ്റെയും വ്യവസ്ഥ വെച്ച് അത് ലോകം നിലനിൽക്കുന്ന കാലത്തോളം അണയാതെ ആ ജ്യോതിസിനെ പ്രതിഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. എന്നോട് ആത്മബോധോദയത്തിൽ ചേരാനല്ല പറഞ്ഞു. ഭഗവാൻ പറഞ്ഞത് ഇത് കാലത്തിന്റെ നിയോഗമാണ്. അത് പറഞ്ഞത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാ. അങ്ങനെ എനിക്കറിയില്ല, പറയിപ്പറ്റ പന്തിരൂലൊന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇത് എവിടെയാണെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടേക്ക് മാവേലിക്കര ആശ്രമത്തിലേക്ക്, മാവേലിക്കരയിൽ നിന്ന് തന്നെ കാസർഗോഡ് പോയി താമസിക്കുന്ന ശ്രീ ദിവാകരൻ മാഷ്, അദ്ദേഹം ഇല്ല, മക്കളുണ്ട് അല്ലേ, ദിവാകരൻ മാഷിന്റെ, അദ്ദേഹം കാസർഗോഡ് 5 ഏക്കർ ഭൂമി കിട്ടി അവിടെ പോയി ഇദ്ദേഹം ആശ്രമത്തിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാനിത് മഠാധിപതിയോട് പറഞ്ഞു, അവിടെ ചർച്ചയായി. ദിവാകരൻ മാഷ് പറഞ്ഞു, എനിക്കറിയാം പന്തിരൂലം. അങ്ങനെ അവിടെ വെച്ച് തന്നെ തീരുമാനമായി. ഒരു കാറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ളതാകുന്ന കൈനഗിരി ജനാർദ്ദനൻ സാറും ഈ ദിവാകരൻ മാഷും അതുപോലെ ബുധനൂരെ ജന്മഭൂമിയിലെ നാണു മാസ്റ്ററും ഒക്കെ ഞങ്ങൾ ചേർന്നുകൊണ്ട് പന്തിരുകുല ഇല്ലം തേടി പോവുകയാണ്. പരിയാരത്തിന്റെ മണ്ണിൽ ഇത് അറിയണമല്ലോ ആളുകൾ, അതുകൊണ്ട് ഞാൻ പറയുക. അങ്ങനെ ഞങ്ങൾ ചെന്നു, പാക്കനാരുടെ ഇല്ലത്ത് ചെന്നു, ഈരാറ്റിങ്കൽ കോളനി. തൊട്ടടുത്തുള്ളതാകുന്ന അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ചെന്നു, വേമഞ്ചേരി മന. അതിൻ്റെ അടുത്ത് തന്നെ പറയിപ്പെണ്ണിനെ എടുത്തു വളർത്തിയ നദിപെറ്റ മന, നരിപ്പെറ്റി മന എന്നിപ്പം പറയും, അവിടെ ചെന്നു. അങ്ങനെ വാടാനക്കുറിശിയിൽ പാണനാരുടെ ഇല്ലത്താകട്ടെ, രായിരനെല്ലൂർ നാരായണത്തു തമ്പുരാന്റെ മനയിലാകട്ടെ, വടുതല നായരുടെ ഭവനത്തിലാകട്ടെ, ഈ 12 ഇല്ലങ്ങളിലും ചെന്നു. അപ്പോൾ ക്രിസ്തീയ ചരിത്ര ഗവേഷകൻ ഡോക്ടർ രാജൻ ചുങ്കത്ത് എന്നോട് പറഞ്ഞു, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ ഒന്ന് കാണണം. കേട്ടിട്ടേ ഉള്ളൂ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിലൊക്കെ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുക്രമിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം. ഏതിൻ്റെ പരിസ്ഫുരണം? ആത്മബോധത്തിൻ്റെ. അങ്ങനെ ആഴ്വാഞ്ചേരി മനയ്ക്ക് ചെന്നു. മുഷിഞ്ഞു നാറിയ വസ്ത്രം. എൻ്റെ കൂടെ കൈനഗിരി സാറുണ്ട്, നമ്മുടെ മരണപ്പെട്ടു പോയ നാണു മാഷുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ചെന്നു. ഞാനൊരു സ്റ്റെപ്പ് കയറി. രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഒറ്റത്തോർത്ത് കൊടുത്തുകൊണ്ട് വലിയരാമൻ തമ്പ്രാക്കൾ ഇങ്ങനെ പഞ്ചവടി നിൽക്കുക. ഇങ്ങനെ എന്നെ കണ്ടിട്ട് എന്താണെന്ന് കണ്ണുകൊണ്ടൊന്ന് ചോദിച്ചു. ഞാൻ തൊഴുതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കണ്ണു തെളിച്ച് നോക്കിയിട്ട്
ഈ തമ്പ്രാക്കൾ നടന്ന് എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നെ ദേഹത്തോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 2 തുള്ളി കണ്ണുനീരാണ് എൻ്റെ ഈ തോളിൽ വീഴുന്നത്. ഞാൻ അന്തം വിട്ടുപോയി. എന്താ സംഭവിക്കുന്നത്? ഒന്നും അദ്ദേഹം മിണ്ടിയില്ല. പുറകോട്ട് നടന്നതിന് സാക്ഷി നാണു മാഷും കൈനഗിരി ജനാർദ്ദന സാറും. പുറകോട്ട് നടന്ന് ചാരികസേരയിൽ ഇരുന്നിട്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്നോട് പറയുകയാണ്, സഹോദരങ്ങളെ, എൻ്റെ ഈ പുരുഷ ജന്മം സഫലീകൃതമായി. എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റൂ, അത്രയും വലിയ ഒരു പദവിയിലിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ആഴ്വാഞ്ചേരി മനയ്ക്കൊരു ചരിത്രമുണ്ട്. കാരണം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തമ്പ്രാക്കളാക്കിയത് പന്തിരുകുലത്തിലെ പാക്കനാരാണ്. ഇതിന് നിദാനമായി പറയുന്ന കഥയെന്ന് പറയുന്നത്, ഏതോ ഇല്ലത്തെ പൂജ കഴിഞ്ഞിട്ട് ദക്ഷിണയോടൊപ്പം പാരിതോഷികമായി കൊടുത്തത് ഒരു സ്വർണ്ണ പശുവിനെയാണ് സമ്മാനമായി കൊടുത്തത്. അതിനെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് തമ്പ്രാൻ മുമ്പേയും ശിഷ്യന്മാർ പിറകിലുമായിട്ട് ഭാരതപ്പുഴയുടെ തീരത്തുകൂടി നടന്നു പോയപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നിരുന്ന പാക്കനാര് ചോദിച്ചെന്ന്, ചത്ത പശുവിന് ഞങ്ങൾക്കുള്ളതല്ലേ, തമ്പ്രാൻ ഇതിവിടെ കൊണ്ടുപോവാ. ഇത് കളിയാക്കി ചോദിച്ചതാണ് എന്നാര് മനസ്സിലാക്കി? വലിയ രാമൻ തമ്പ്രാക്കൾ, അല്ല അന്നത്തെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. അദ്ദേഹം തോക്കാൻ പറ്റില്ലല്ലോ. തിരിഞ്ഞു നിന്ന് പാക്കനാരോട് പറഞ്ഞു, ആ തമ്പ്രാൻ എന്നുള്ളതാകുന്ന ആ ഒരു ആഢ്യത്വത്തോടു കൂടി തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് ചത്ത അല്ലടാ, ഇതിന് ജീവനുണ്ട്. പാക്കനാർ വിട്ടില്ല. കുസൃതി ചോദ്യം പോലെ അടുത്ത ചോദ്യം, എന്നാ പിന്നെന്തിനാ ചൊന്നോണ്ട് പോകുന്നത്? നടത്തിക്കൊണ്ട് പോയിക്കാട്ടെ. തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലും അരിയിട്ട് വാഴിക്കുവാൻ അനുജ്ഞാവകാശമുള്ള കേരളത്തിന്റെ ഏക മനയായ ആഴ്വാഞ്ചേരി മനയിലെ തമ്പ്രാക്കൾ പാക്കനാരുടെ മുമ്പിൽ തോക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു പിടി പുല്ലിങ്ങോട്ട് പറിച്ചു, നെഞ്ചോട് ചേർത്തൊന്ന് ഉപാസിച്ചു. എന്നിട്ട് ഈ പശുവിനെ താത്തുവെക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ആ പശുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ചലിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു. സ്വർണ്ണ പശു നടന്ന് മനക്കിലെത്തി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്നോട് ചോദിക്കുകയാണ്, സ്വാമി, സ്വർണ്ണ പശു ആ നടന്നു വരുന്നത്, തൊഴുത്തിൽ പിടിച്ച് കെട്ടാൻ പറ്റുമോ? കശാപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? എന്താ ചെയ്യുക? ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. പ്രശ്നചിന്തകന്മാരെ വിളിച്ചു. 1500 വർഷം മുമ്പ് പ്രശ്നചിന്തകന്മാരെ വിളിച്ചു. ജ്യോതിഷം 3, നമ്മളിൽ സിനിമയിൽ കാണും പോലെ 3 ദിവസത്തെ തർക്ക വിതർക്കങ്ങളോടുകൂടി ജ്യോതിഷം നടന്നു. 3-ാം ദിവസം പരിഹാരം വന്നു. തെക്കേ കോലായിൽ വിധിയാമണ്ണം സംസ്കരിക്കാൻ, ദഹിപ്പിക്കാൻ. അങ്ങനെ ദഹിപ്പിച്ചപ്പോൾ ജ്യോതിഷന്മാര് പറഞ്ഞതാണ്, കാലമാകുമ്പോൾ ഭൂമിയിൽ സനാതന ക്ഷേത്രം പണിയുവാൻ പാക്കനാരുടെ പരമ്പരയിൽ നിന്നൊരു സന്തതി ഈ സത്യം തേടി ഈ മണ്ണിൽ വരും. അന്ന് നിങ്ങൾ വേണ്ടുന്നതെല്ലാം കൊടുക്കണം. ഓരോ തമ്പ്രാക്കൾ പട്ടം കിട്ടുമ്പോഴും പറഞ്ഞ് എൻ്റെ ഈ കാലത്താണല്ലോ മോൻ വന്നത് എന്ന് ആ സങ്കടമാണ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചതും അദ്ദേഹത്തിൻ്റെ 2 തുള്ളി കണ്ണുനീർ എൻ്റെ ദേഹത്ത് വീണതും. എൻ്റെ കൂടപ്പിറപ്പുകളെ, ഞാൻ വളരെ വിസ്മയത്തോടുകൂടി എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ആശ്ചര്യത്തോടു കൂടി നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, തളരരുത്, തകരരുത്. ഇത് കാലത്തിന്റെ നിയോഗമാണ്. ഇവിടെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ജീവിത വിജയത്തിന്റെ പന്താവിലേക്ക് ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കപ്പുറത്ത് ആത്മവെളിച്ചമായി തീരുവാൻ ഈ ഗുരുപരമ്പര, അതായത് മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചൻ, വള്ളൂൻ വായില്ലാക്കുന്നിലപ്പൻ, വടുതല മരുവൻ നായർ, കാരക്കൽ മാതാ, ചെമ്മേകേൾ, ഉപ്പുകൂറ്റൻ, പെരിയ തിരുവരങ്കത്തൊരും പാണനാര്, നേരേ നാരായണത്തു തമ്പുരാനുടൻ അകവൂർ ചാത്തനും പാക്കനാരും ഈ 12 കുലഗുരുക്കന്മാർ ഈ ലോകത്ത് ജന്മമെടുത്തത് സാഹോദര്യത്തിലൂടെ സമത്വം, ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാരം. നല്ലവരാകാനും നന്മകൾ ചെയ്യുവാനും ഇല്ല ജാതി മത കാല ദേശ ഭേദം. ഈ കുലമേതായാലും സഹോദരരാണ് നമ്മൾ. ഈ പൈതൃകത്വം ലോകത്തിൽ ആത്മബന്ധുത്വത്തിന്റെ അമരത്തേക്ക് ഈ സമൂഹത്തെ നയിക്കുവാൻ ആത്മബോധമോദിയ സാക്ഷാൽ ശുഭാനന്ദ ഗുരുദേവൻ, അദ്വൈത വേദാന്തം ലോകത്തിന് പകർന്നുകൊടുത്ത ശങ്കരാചാര്യ സ്വാമികൾ, അതുപോലെ ധർമ്മഗുരുക്കന്മാരുടെ പരമ്പരയിൽ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ചട്ടമ്പി സ്വാമി തിരുവടികളാകട്ടെ, അങ്ങനെ നിരവധിയാകുന്ന ധർമ്മഗുരുക്കന്മാർ, ഇവരൊക്കെ പകർന്നു നൽകിയതാകുന്ന ഈ ആത്മജ്ഞാനം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ
ജാതി വിദ്വേഷവും ജാതി വേർതിരിവും ഇതാ നമ്മുടെ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട് ഈ രഥയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേടത്തോട് വെച്ച് അന്ന് പറഞ്ഞു 15 വർഷം മുമ്പ്. ഭാവിയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആള് ഭാരതത്തിലെത്തി, കേരളത്തിലെത്തി, കായംകുളം കരിമളക്കിലെത്തി. എന്താ, എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ എന്ന് പറയുമ്പം ഒരമ്മ പെറ്റ മക്കളാകുന്ന പൈതൃകം ധർമാചരണത്തിന്റെ മാർഗദീപമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ജ്യോതി കാണാതെ എന്ത് ഐക്യമെന്നാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസ നായകൻ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട് ഈ ജ്യോതി പ്രയാണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ശബരിമല തന്ത്രിയോട് ഗണപതിയുടെ നക്ഷത്രം ഏതേ എന്ന് ചോദിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് പരിപൂർണൻ എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, 20,000 വർഷത്തിന് മുമ്പ് സ്വാമിജി ഇവിടെ 3 ശാഖകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അഗ്നിശാഖ, ഒന്ന് ശക്തിശാഖ, ഒന്ന് വരുണശാഖ. അതിന് 3 ചിഹ്നങ്ങളാണുള്ളത്. അഗ്നിശാഖയെ കുറിക്കുന്ന ചിഹ്നം നമ്മൾ മുകളിലേക്ക് തൊടുന്ന കുറി, ശക്തിശാഖയെ കുറിക്കുന്ന ചിഹ്നം നമ്മൾ പുരിക മധ്യത്തിൽ തൊടുന്ന വട്ടക്കുറി, വരുണശാഖയെ കുറിക്കുന്ന ചിഹ്നം നമ്മൾ ത്രിപുണ്ഡ്രമായി തൊടുന്ന കുറി. പിന്നാണ് ഈ ചാതുർവർണ്ണ്യം പോലും നിലവിൽ വന്ന. ആ കാലത്തേക്ക് ഈ ലോകത്തെ നയിക്കുവാൻ അങ്ങ് ശൃംഗേരിയിലേക്ക് പോയി വരൂ എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ എന്നോട് പറഞ്ഞത്. ഗണപതിയുടെ നക്ഷത്രം ഇപ്പൊ പറയാൻ സമയമില്ല, അതൊക്കെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത. ജസ്റ്റിസ് PR കൃഷ്ണയ്യർ ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് മത്സരിച്ച, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് PR കൃഷ്ണയ്യരും ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, സ്വാമിജി ഇത് ആധ്യാത്മിക രംഗത്തൊരു വിപ്ലവകരമായ മാറ്റമാണല്ലോ എന്ന് പറഞ്ഞു. ജസ്റ്റിസ് നാരായണക്കുറുപ്പാകട്ടെ, ജസ്റ്റിസ് പത്മനാഭൻ നായർ സാർ ആകട്ടെ, അങ്ങനെ ഉത്രാടം തിരുനാൾ തമ്പുരാൻ എന്നെ കാണാൻ വേണ്ടി ശൃംഗേരിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് 92 വയസ്സായി ശർമാജി, ഞാൻ മരണത്തെ വരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനി അങ്ങ് ദീക്ഷ സ്വീകരിച്ച് കേരളത്തിലേക്ക് വരുന്നത് വരെ ഇനി ജീവനോട് ഇരിക്കാൻ ഒക്കുവോ ഇല്ലയോ എന്ന് അറിയില്ല, അതാണ് ഇങ്ങോട്ട് വന്ന് കാണുന്നത് എന്ന് പറഞ്ഞ് കസേരയിൽ ഇരുത്തി എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഫ്ലൈറ്റിന് മംഗലാപുരത്ത് ഇറങ്ങി അവിടുന്ന് കാർ മാർഗം ശൃംഗേരിയിൽ വന്നു. കസേരയിൽ കാറിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ നിർത്തിക്ക് കൊണ്ടുവന്നത്. ഗുരുവിനെ കണ്ടും നന്ദി പറഞ്ഞു. ഈ വലിയ സാധ്യത, ലോകം തേടുന്ന പരിഹാരം നമ്മുടെ ധർമ്മഗുരുക്കന്മാരുടെ പാതയിൽ ഇത് തെളിയിച്ചു തന്നത് ഇവിടെ നിന്നാണ്. ഈ തെളിയിച്ച സത്യം എവിടെയാണ് ചിന്തനം ചെയ്യേണ്ടത്? ആ ചിന്തനം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് 2 ഹൃദയമുണ്ട്. എല്ലാവരും വിചാരിക്കും നമുക്കൊരു ഹൃദയമുണ്ട്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ പറയുമ്പോൾ ഹൃദയത്തിൽ കൂടി കണ്ടവനാണ്, ഹൃദയത്തിൽ കൂടി. ഏത് ഹൃദയത്തിൽ കൂടി? ചിന്താഹൃദയമാണ് നമ്മുടെ ആചാര്യം മുമ്പേ തലച്ചോറ് വരെ പറഞ്ഞു വെച്ചു, അതിനപ്പുറത്തേക്ക് പോയില്ല. നമ്മുടെ മസ്തിഷ്കമാണ് യഥാർത്ഥ ഹൃദയം, ചിന്താഹൃദയം. രക്തം പമ്പ് ചെയ്യുന്ന സംവിധാനമാണ് നമ്മൾ ഹാർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഹൃദയം. ആ അതാ പറയുന്നത്, എന്താ നിന്നുള്ളിലെ ചിന്ത എൻ സഹോദര. ിടുന്നു നീ എന്താ നിന്നുള്ളിലെ ചിന്ത. അപ്പൊ നമ്മുടെ ചിന്തയാണ് ഉണരേണ്ടത്. നമ്മൾ ഭഗവാന്റെ ഒരു ആശ്രമം പണിയുക. ഒരു പുരുഷായുസിൽ ഒരു പ്രാവശ്യം മാത്രം സുഖുവാകട്ടെ, ഷിബുവാകട്ടെ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാകട്ടെ, ഇവിടുത്തെ വനിതാ സംഘങ്ങളാകട്ടെ, യുവജന സംഘങ്ങളാകട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയോഗമുണ്ടായിരുന്നല്ലോ. കാരണം ഇതിനൊക്കെ വേദത്തിൽ കണക്കുകളുണ്ട്. അതിൻ്റെ ആ കണക്കിൻ്റെ പൂർത്തീകരണമായിട്ട് നമ്മൾ പരമാത്മാവിൻ്റെ ഉടമസ്ഥതയാണ് ഇന്നലത്തെ പ്രതിഷ്ഠ വഴി ഇവിടെ സ്ഥാപിച്ചത്. ആ പരമാത്മാവ് നമ്മളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇനിയും ആചാര അനുഷ്ഠാനങ്ങൾ അത് ഭഗവാൻ നമുക്ക് ദാനമായി തന്നു. ഭഗവാൻ തന്നപ്പോൾ അതിന് നമുക്ക് പറഞ്ഞില്ലയോ, കാശിയിലൊഴുകുന്ന ജ്ഞാനസ്നാനനാധി കാശു പോലും വിലയില്ലാതെ നൽകുന്നു, സങ്കേതമേൽക്കുന്നു, സങ്കേതം ചേർക്കുന്നു, ഇത് തന്നെ അന്ത്യത്തിൽ മോക്ഷത്തിൻ പ്രത്യക്ഷ. എന്തായി കാശിയിൽ ഒഴുകുന്ന ജ്ഞാനസ്നാനം? അറിവ് കൊണ്ട് അറിവുകേടിനെ മാറ്റാൻ പറഞ്ഞ ഭഗവാൻ നമ്മളോട് ആ പരമസത്യത്തെ ദക്ഷിണയായിട്ട് സാരോപദേശമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ട് ജീവിതത്തിൽ നമുക്ക് പാലിക്കുവാൻ ചില നിയമങ്ങൾ തന്നു.
ഇവിടെ ക്രിസ്തീയ സഹോദരന്മാരായിട്ട് ജനിച്ചവര് എവിടെ പറഞ്ഞിട്ടാ മാമുദീസ മുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ട്. ഇസ്ലാം സഹോദരനായിട്ട് നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ ഇവിടെ പറഞ്ഞിട്ടാ നിങ്ങളുടെ പ്രകാരം നമ്മുടെ കല്യാണമാകട്ടെ, അവരുടെ ആചാരപ്രകാരം ഖുർആൻ പറഞ്ഞിട്ട്. നമ്മൾ ഹിന്ദുക്കളായിട്ട് നിൽക്കുകയാണ്. ഹിന്ദുക്കളായിട്ട് നിൽക്കുന്നവർക്ക് 28 കെട്ടുണ്ട്, എഴുത്തിനിരുത്തുണ്ട്, വിവാഹമുണ്ട്. ഇതെവിടെ പറഞ്ഞിട്ടാ നടത്തുന്നതെന്ന് ചോദിച്ചാൽ അപ്പത്തപ്പ. ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടാ പറയുന്നേ? ഇതറിയുവാൻ നമുക്ക്, അതാണ് അറിവ് കൊണ്ട് അറിവുകേടിനെ മാറ്റണമെന്ന് ഭഗവാൻ പറഞ്ഞു. ആ അറിവാണ് ഭഗവാൻ നമുക്ക് ഇങ്ങോട്ട് ദാനമായി തന്നത്. ആ ജ്ഞാനസ്വരൂപമാണ് ഭഗവാനായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് വേദത്തിലാണ്. ആ വേദം കേൾക്കാനോ പഠിക്കാനോ അത് പഠിച്ചു മുമ്പോട്ട് ഒരു യഥാർത്ഥ മനുഷ്യനായി തീരുവാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ വേദാന്ത സാര സമ്പൂർണത അവതാരമായി തന്നെ വന്നുകൊണ്ട് വേദാന്തത്തെയാണ് നമുക്ക് ദാനമായി തന്നത്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു പുരുഷ ബീജം വീണ് ജീവനുണ്ട് എന്ന്, വിശേഷമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയം. അതിനെന്താ ആ സംസ്കാരത്തിന് പറയുന്ന പേര്? ഗർഭദാനം. ആ ഗർഭദാനം പിന്നെ 3-ാം മാസം എന്ത് ചെയ്യണം, 7-ാം മാസം എന്ത് ചെയ്യണം, പ്രസവം എന്താണ്, അതിന്റെ നാമകരണം എന്താണ്, അതിന്റെ വിദ്യാരംഭം എന്താണ് തുടങ്ങി എഴുത്തിനിരുത്ത് എന്താണ്, അതിന്റെ വിവാഹം ഉൾപ്പെടെ അന്ത്യേഷ്ടി എന്ന് പറയുന്ന കർമ്മം വരെ, ശവസംസ്കാരം വരെ, ഷോഡശ സംസ്കാരം ഓരോ സനാതനീയനും ഓരോ ഭാരതീയനും ഓരോ ഹിന്ദുവും ഇവിടെ ചെയ്യുവാൻ വ്യവസ്ഥ ചെയ്തു വെച്ചു. പക്ഷെ നമുക്കതിനെ പറ്റി അറിവില്ലാത്തവരായി. ഈ അറിവുകേട് മാറുവാൻ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് പരിചയപ്പെടണം. നമുക്ക് ഇവിടെ മത്സരമല്ല, ഇവിടെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് പറഞ്ഞു തന്നത്. ഇവിടെ സഹവർത്തിത്വത്തിന്റെ സന്ദേശമാണ് പറഞ്ഞു തന്നത്. ആകയാൽ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെയുള്ള നീ എന്താചരണം ചെയ്യണമെന്ന് ഈ സംസ്കാരത്തെ അങ്ങോട്ട് കടഞ്ഞെടുത്താണ് ആഴ്ച ആചാരങ്ങളായിട്ട്, നാമദിവസങ്ങളായിട്ട്, നിയമ ദിവസങ്ങളായിട്ടൊക്കെ നമുക്ക് കൽപ്പിച്ചു തന്നു. ഇതൊക്കെ കയ്യിൽ കിട്ടിയതാകുന്ന ഈ അമൃത് എന്നിട്ട് വേറെ എവിടെയോ നമുക്ക് ഇനിയും അനുഗ്രഹത്തിന്റെ വഴി ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ വന്ന് നാളെ കീർത്തനം പറഞ്ഞപ്പോൾ പാടിയപ്പോൾ എൻ്റെ എല്ലാ അലട്ടും മാറി, അല്ലെങ്കിൽ അവിടെ ആയില്ല. ആ ഒരു ജീവാത്മ പരമാത്മ ബന്ധം ഭഗവാനും നമ്മളുമായിട്ട് അങ്ങോട്ട് ചേർന്ന് നിൽക്കണം. അങ്ങനെ നിന്നെ തന്നെ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞ ഭഗവാൻ, നിന്റെ ഉള്ളറക്കെട്ടിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ ഭഗവാൻ, നമ്മൾ എവിടെയാണ് ഭഗവാനെ തേടേണ്ടത്? നമ്മളുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ്. ആ ചിന്തയിലും ഹൃദയത്തിലും തേടുന്ന ഭഗവാനെ ഒരാലയമാക്കി അനുഗ്രഹമാക്കി നമ്മളിപ്പോൾ ഇരുത്തി. ഇനി ഇവിടെ കുഴപ്പങ്ങൾ പാടില്ല. കാരണം അക്വേറിയം കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? കടലിൽ കിടക്കുന്ന മീനോ പുഴയിൽ കിടക്കുന്ന മീനോ വായു നമ്മൾ കൊടുക്കണ്ട, ഭക്ഷണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കണ്ട, അത് പ്രകൃതിയുടെ ഭാഗമായിട്ട് ജീവിച്ചു. അതേസമയം നമ്മൾക്ക് കുറച്ചുകൂടി സ്നേഹം കയറി നമ്മൾ മീനെ ഒരു അക്വേറിയത്തിൽ ഇട്ട് വീട്ടിൽ വളർത്തുകയാണ്. ഒരു ദിവസം അതിന് തീറ്റി കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഒരു ദിവസം അതിന് ആ വെള്ളത്തിൽ ശുദ്ധീകരിക്കാതിരിക്കാൻ പറ്റൂ? കാരണം എന്താ? നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ആ പ്രപഞ്ചത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന ആ ശക്തിയെ നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ വേണ്ടി നമ്മൾ ഇവിടെ പിടിച്ചിരുത്തി. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനിയും ഞാനെന്ന ഭാവമില്ലാതെ ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും സമന്വയത്തിൻ്റെയും പാതയിലൂടെ ആശ്വാസം തേടി വരുന്ന ഓരോരുത്തരെയും ചേർത്ത് നിർത്തി ഈ ഗുരുവിനാൽ വെളിപ്പെട്ട സത്യം നമ്മളുടെ ഓരോ ഭവനത്തിലും ആത്മതേജസ്സായിട്ട്, ശാന്തിയായിട്ട്, സമാധാനമായിട്ട്, അനുഗ്രഹമായിട്ട് ഉദിച്ചുയർന്നു നിൽക്കണം. അതിന് നിങ്ങളെല്ലാവരും ഈശ്വരൻ കൽപ്പിച്ചു തന്ന അവസരമാണ്. ഇവിടെ മൺമറഞ്ഞു പോയ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആത്മാക്കളും ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. ഈ ദേശം, അതായത് അടുത്ത് കുമരമല കാവാകട്ടെ, മഹാവിഷ്ണു ക്ഷേത്രമാകട്ടെ, നമ്മുടെ ഭഗവതി കുന്നയിൽ അമ്മയാകട്ടെ, അങ്ങനെ ദേവീ ദേവ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്.
അവയുടെ ഒക്കെ ചേരുമ്പോൾ ആത്മാവിന്റെ ഉടമസ്ഥനായിട്ട് സ്വരൂപത്തിലുള്ളതാകുന്ന ആരാധന കൂടി നടക്കുമ്പോൾ ഇതിന്റെ ഗുണം ഒരിടത്തൊരു ബൾബിടുമ്പോൾ ആ ബൾബിടുന്ന ആൾക്ക് മാത്രമല്ല വെട്ടം, അവിടെ ആ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ ആ വെളിച്ചം കിട്ടും. അത് ഗുണത്തിന് ഉപയോഗിക്കണോ ദോഷത്തിന് ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചു കറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത്, അതിൽ വരുന്നതാകുന്ന ദോഷങ്ങൾ സ്വയം അനുഭവിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് പരിഹാരമില്ല. അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം പരിയാരത്ത് എലന്തൂര് നമ്മളുടെ കോഴഞ്ചേരിക്കും പത്തനംതിട്ടയ്ക്കും ഇടയ്ക്ക് ഭഗവാന്റെ നാമധേയം ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമൊക്കെ ആശ്രമങ്ങളുണ്ട്. ആ ശ്രമം ജീവിതത്തിൽ ഓരോരുത്തരുടെയും ആ ഭഗവത് കടാക്ഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദം മുതൽ ശിരസ് മുതൽ പാദം വരെയും അവിടുത്തെ തങ്കക്കരത്താൽ തഴുകി തലോടി ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന കേടുകളാകട്ടെ, കെടുമതികളാകട്ടെ, ആപത്തുകളാകട്ടെ, അലട്ടുകൾ ആകട്ടെ, അവയൊക്കെ പാറി പറത്തി പന്തിരികാതം വടവൃക്ഷത്തിന്മേൽ മടക്കി അയച്ചുകൊണ്ട് മനസ്സിന് ശക്തിയെ തരുവാൻ, ശരീരത്തിന് ബലത്തെ തരുവാൻ, ജീവിതത്തിന് അനുഗ്രഹത്തെയും ആയുസ്സിനെയും വിജയത്തെയും ദാനമായി തരുവാൻ ഭഗവാൻ ഇതാ നമ്മുടെ മുമ്പിൽ ഇതാ പ്രതിഷ്ഠിതമായ അനുഗ്രഹപൂർണമായ ആലയ ഉടമസ്ഥനായിട്ട് ആരാധനാമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇനിയുമുള്ളത് നമ്മൾ ഈ അനുഗ്രഹത്തെ പകർന്നു വാങ്ങിച്ച് ആവോളും ജീവിതത്തെ ക്രമപ്പെടുത്തി ഇന്നലെ വരെ ചെയ്ത തെറ്റുകളൊക്കെ പോകട്ടെ. നമ്മൾ നാമം സ്വീകരിച്ചാലും നിയമം സ്വീകരിച്ചാലും കുടുംബ ജീവിതം എങ്ങനെ പോയാലും ഇന്ന് തൊട്ടുള്ള ജീവിതം ശുഭാനന്ദ നാമധേയത്തിൽ തന്നെ ആകണം എന്നുകൂടി ഉപദേശിച്ചുകൊണ്ട് എനിക്ക് നാളെ വരാം, ഇവിടെ വന്ന് ദക്ഷിണ വെച്ച് അന്നേരെ പോകാമെന്നും പറഞ്ഞ് വന്നത്. അപ്പോഴാണ് സ്വാമിമാര് പറഞ്ഞാൽ നമുക്ക് എതിർവാക്കില്ലല്ലോ, വേദിയിലേക്ക് ഒന്ന് കയറണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് അറിവുകേടിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷവാ. എന്തായാലും എൻ്റെ വാക്കുകളെ ഈ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കൊക്കെയും ഉള്ള നന്ദി ഭഗവാനുള്ള പ്രാർത്ഥനയായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ തിരു സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓം മഹാജ്യോതിയും നമ. ഓം ഗുരുദേവാ ശരണം. നമ്മുടെ ആശ്രമത്തിൻ്റെ ഉദ്ഘാടന മഹോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് നമ്മുടെ ബഹുമാന്യ സ്വാമിജികൾ ശിവാനന്ദ ശർമ്മ സന്യാസ ശ്രേഷ്ഠൻ ഇവിടേക്ക് കടന്നു വരികയും സർവശക്തനായിരിക്കുന്ന ദൈവത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ അവതാരങ്ങളെപ്പറ്റിയും സർവോപരി ശുഭാനന്ദ ഗുരുദേവ തിരുവുകളെപ്പറ്റിയുമുള്ള വിശകലനമായ ഒരു പ്രഭാഷണം നടത്തി എല്ലാവരെയും ദൈവീകമാകുന്ന പാതയിലേക്ക് നയിച്ച ബഹുമാനപ്പെട്ട സ്വാമിജികൾക്ക് ആത്മബോധോദയ സംഘത്തിൻ്റെ പേരിലും പരിയാരം ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൻ്റെ പേരിലും ഈ ശാഖയുടെ ഭരണസമിതിയുടെ പേരിലും പ്രത്യേകിച്ച് ശാഖയുടെ കർമ്മിയുടെ പേരിലും വളരെയധികം നന്ദിയെയും നമസ്കാരത്തെയും അർപ്പിച്ചുകൊള്ളുന്നു.